ഇതൊരു അസാധാരണ കഥയല്ല, വളരെ സാധാരണമായ എന്നെപ്പോലൊരു മനുഷ്യൻ്റെ കഥയാണ്. സൺഡേ ആയിരുന്നു ആ ദിവസം. രാവിലെ അലാറം മുഴങ്ങാതെ തന്നെ കണ്ണു തുറന്നു. വർക്കില്ല, ഓഫീസില്ല, പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. ഒരു ശൂന്യത. എന്തു ചെയ്യണമെന്നറിയാത്തൊരു ദിവസം. കിടക്കയിൽ തന്നെ കുറച്ചുനേരം കിടന്നു. സീലിംഗിലേക്ക് നോക്കി. മനസ്സ് പൂർണ്ണമായും ബ്ലാങ്ക്. ഇന്ന് എന്തു ചെയ്യും? ആ ചോദ്യം മാത്രമായിരുന്നു തലയിൽ. പിന്നെ പതിയെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി. ഒരു കട്ടൻ ചായ. പഞ്ചസാരയില്ല, വേറൊന്നും വേണ്ട. ചായയുടെ ചൂട് കൈകളിലൂടെ ഉള്ളിലേക്കിറങ്ങുമ്പോൾ ഒരു ചെറിയ ആശ്വാസം തോന്നി. ചായ കയ്യിൽ പിടിച്ചുകൊണ്ട് ഫോണെടുത്തു. പതിവ് പോലെ റീൽസ്, ഒന്നിന് പിന്നാലെ ഒന്ന്. ചിരിപ്പിക്കുന്നതും അനാവശ്യവും, ഒന്നും മനസ്സിൽ നിൽക്കാത്തതും. സമയം പോകുന്നത് പോലും അറിയുന്നില്ല. പെട്ടെന്ന് ഒരു റീൽ. ബാക്കി റീലുകളെപ്പോലെ അല്ലാത്ത ഒന്ന്. ഒരു സ്ഥലം, വളരെ ശാന്തം, പക്ഷെ ഒരുപാട് ഭീകരം. കാടിനുള്ളിലെ ഒരു വഴി, ആരും അധികം പോകാത്ത പോലെ. റീലിലൊരു ക്യാപ്ഷൻ മാത്രം: ഇവിടേക്കാരും ഒറ്റയ്ക്ക് പോകരുത്. എന്തോ അതെൻ്റെ ശ്രദ്ധ പിടിച്ചു. പിന്നെ തീരുമാനമില്ലാത്ത തീരുമാനം. എണീറ്റ് ബൈക്കിൻ്റെ ചാവിയെടുത്തു. ഒന്ന് പോയി നോക്കിയാലോ? അത്രമാത്രം. വലിയ പ്ലാനൊന്നുമില്ല. സാഹസം ചെയ്യണമെന്നുള്ള വലിയ ധൈര്യവുമില്ല. വെറുമൊരു സൺഡേ ബോറടിപ്പ്. ഹെൽമെറ്റ് എടുത്തു. വാതിലടച്ചു. ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. എഞ്ചിൻ ശബ്ദം ഒരു ചെറിയ ആവേശം പോലെ തോന്നി. വഴിയിലൂടെ പോകുമ്പോൾ മനസ്സ് ശാന്തമായിരുന്നു. ട്രാഫിക് കുറവ്, റോഡുകൾ ശൂന്യം. ഒരു സാധാരണ യാത്ര. പക്ഷേ നഗരപരിധി വിട്ടതോടെ വഴികൾ മാറി തുടങ്ങി. വീടുകൾ കുറഞ്ഞു, മനുഷ്യരെ കാണാതായി. റോഡ് കുറുകിയും നിശബ്ദവുമാകുമ്പോൾ മരങ്ങൾ കൂടുതലടുത്തു. കാറ്റുപോലും വേറൊരു ശബ്ദത്തിൽ മുഴങ്ങുന്ന പോലെ. ആ നിമിഷം ഒരു ചെറിയ തോന്നൽ, തിരിച്ചു പോകണോ? പക്ഷെ അത് അവഗണിച്ചു. ഇത്ര ദൂരം വന്നില്ലേ എന്ന് മനസ്സ് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ കാടിൻ്റെ ഉള്ളിലേക്ക് കയറുകയായിരുന്നു. എനിക്കറിയില്ലായിരുന്നു ഇതൊരു യാത്രയുടെ തുടക്കമല്ല, ഒരു പരീക്ഷയുടെ തുടക്കമാണെന്ന്. അടുത്ത എപ്പിസോഡിൽ ആ കാട് എനിക്ക് എന്താണ് കാണിക്കാൻ പോകുന്നത്?